നമസ്കാരം. SIR രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടിക പുറത്തു വന്നു. പലരും അതിന്റെ തിരുത്തലും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫോം 6ന്റെ അതായത് വോട്ടർ പട്ടികയിൽ പ്രത്യേകിച്ച് രേഖകളൊന്നും ഇല്ലാത്ത 2002 ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചേർത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വന്നിട്ടുള്ള കുറെ വാട്സപ്പ് മെസ്സേജുകളും നേരത്തെ വന്നിട്ടുള്ള വീഡിയോകളുടെ താഴെ വന്ന കമന്റുകളിലും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനോടൊപ്പം കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. SIRുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇപ്പോ 22-ാം തീയതി വരെ SIR ഫോം 6 പൂരിപ്പിക്കുന്ന പേര് ചേർക്കുന്ന സമയമാണ്. അത് 22-ന് മുമ്പ് ചേർക്കണം എല്ലാവരും. അതില് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രത്യേകിച്ച് രേഖകളൊന്നും ഇല്ലാത്ത, അതായത് താമസ രേഖകളില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. താമസരേഖ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് വീട് ഇല്ലാതെ കറങ്ങി നടക്കുന്ന ഒരവസ്ഥ. 2002-ലും ഈ ഇഷ്യൂ ഉണ്ടായിരുന്നു. 2002-ൽ ഇത്തരത്തിൽ വീടുകൾ മാറി പോയ ചിലരൊക്കെ 2002-ലെ ലിസ്റ്റിൽ ഇല്ലാതിരുന്നു. അവരുടെ അടുത്ത തലമുറയാണ് ഇന്ന് ബുദ്ധിമുട്ടുന്നത്. അവരും ചിലരൊക്കെ വാടക വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാതാപിതാക്കൾ 2002-ലെ ലിസ്റ്റിലില്ല. ഇവരും 2002-ലെ ലിസ്റ്റിൽ സ്വാഭാവികമായിട്ടും ഇല്ല. ഇപ്പൊ ഫോം 6 ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 2002-ലെ ഏതെങ്കിലും ഒരു ബന്ധു വേണം താൻ. അപ്പോ അത്തരക്കാർ എന്താണ് ചെയ്യുക എന്ന് ധാരാളം പേർ, ഇത് പൊതുവായിട്ട് പറഞ്ഞതാണ്, ഇതുമായിട്ട് റിലേറ്റഡ് ആണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഈ ഉത്തരം അതിനെല്ലാം ഉത്തരമാണ്. എന്ത് ചെയ്യും? ഞങ്ങൾ ഫോം 6 ഫില്ല് ചെയ്യാൻ എന്ത് ചെയ്യും? ഞങ്ങൾ വോട്ടേഴ്സ് പുറത്താവൂലേ എന്ന് പേടി. സത്യത്തിൽ നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട എന്നതാണ് ഇതിന്റെ വസ്തുത. ആ കാര്യത്തിൽ ഫോം 6 പൂരിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങളൊരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ താമസ രേഖ പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ വാങ്ങണം. ഏതെങ്കിലും ഒരു വീട്ടിൽ വാടക ഒക്കെ ആയിരിക്കുമല്ലോ താമസിക്കുന്നത്. ക്വാർട്ടേഴ്സ് ആയാലും വീടായാലും എവിടെയായാലും അവിടെ നിന്ന് ആ ഉടമസ്ഥനിൽ നിന്ന് ഒരു വാടക കരാറ് ഉണ്ടാവും. ആ വാടക കരാർ ഒന്ന് എഴുതി വാങ്ങുക. അതുപോലെ ആ വാടക കരാർ ഉപയോഗിച്ചിട്ട് ഒരു താമസ സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നോ പഞ്ചായത്ത് ഓഫീസിൽ നിന്നോ വാങ്ങാം. ഇത് രണ്ടും മതി നിങ്ങൾക്ക് ഫോം 6 ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 2002-ലെ ലിസ്റ്റിൽ പേരുള്ള മാതാപിതാക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട, അക്ഷയയിൽ നേരെ ചെല്ലുക. ഈ ഡോക്യുമെന്റ് വെച്ച് 2002-ലെ ആ മാതാപിതാക്കളെ ആരുടെയെങ്കിലും പേര് വിവരങ്ങളും എല്ലാം കൂടി വെച്ചിട്ട് നിങ്ങൾ ഫോം 6 ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും BLO അത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ലിസ്റ്റിൽ പേര് വരും. അതാണ് ഒരു ഓപ്ഷൻ. ഇനി 2002-ലെ ലിസ്റ്റിൽ പേരുള്ള മാതാപിതാക്കൾ ഇല്ല, അവരെന്ത് ചെയ്യും? അതിന് 2002-ലെ ലിസ്റ്റിൽ പേരില്ല എന്ന്, പേരുള്ള ബന്ധുക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അത്തരക്കാർക്ക് BLO വെരിഫിക്കേഷൻ പോരാ, അവർ ബന്ധപ്പെട്ട രേഖകളുമായി ERI, അതായത് ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരും. ഹിയറിങ്ങിന് ഹാജരായി അവിടെ ഒരു സത്യവാങ്മൂലമൊക്കെ എഴുതി കൊടുക്കുന്നതോടുകൂടി അത് തീരും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് നിലവിൽ ഇത്രയും ഒരു ചെറിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ വാടക ചീട്ട്, എവിടെയാണോ താമസിക്കുന്നത് അവരോട്ട് ഒരു വാടക കരാർ എഴുതി ഉണ്ടാക്കുക. വെറുതെ നമ്മൾ അറിയാമല്ലോ എങ്ങനെയാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ ആ വാടക കരാർ ഉപയോഗിച്ചിട്ട് നേരെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചു വരുന്നത് എന്ന് പറഞ്ഞു കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് തരും, താമസ സർട്ടിഫിക്കറ്റ് തരും. ഇത് രണ്ടും കൊണ്ട് നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റിൽ SIRൽ പേര് ചേർക്കാവുന്നതാണ്. ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. മറ്റ് സംശയങ്ങൾക്കൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മറുപടി പറയാം. ഇനി പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ്. SIRന്റെ കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ പേരുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ SIR കരട് വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? SIR പട്ടികയിൽ നിന്നും നമ്മൾ ആരെങ്കിലും പുറത്താക്കിയിട്ടുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കും? പുറത്താക്കിയുടെ ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടും? പിന്നെ 2002-ലെ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്? ഭാഗം തിരിച്ച് 2002-ലെ വോട്ടർ ലിസ്റ്റ് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? വോട്ടർ ID ഡൗൺലോഡ് ചെയ്യുന്നതിന് എന്താ ചെയ്യേണ്ടത്? പുതിയ വോട്ടർ ID നമ്പർ കണ്ടുപിടിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? അനുബന്ധ ആപ്ലിക്കേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുക? പിന്നെ ഫോമുകൾ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുക? പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിന്, SIR കരട് പട്ടികയിൽ ഇല്ലാത്തവരെ ചേർക്കുന്നതിന്, അതായത് ഫോം 6 പൂരിപ്പിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യക്ക് പുറത്ത് വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഫോം 6A എവിടെയാണ് പേര് ചേർക്കേണ്ടത്? എങ്ങനെയാണ്? നിലവിലെ വിവരങ്ങൾ തിരുത്തുന്നത് ഫോം 8 അത് എങ്ങനെയാണ്? നീക്കം ചെയ്യുന്നതിന്, നിലവിൽ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ നീക്കം ചെയ്തതിന് ഫോം 6 എവിടെയാണ്? പിന്നെ എല്ലാറ്റിലും ഉപരി നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, നമ്മുടെ പോളിംഗ് ബൂത്ത് എവിടെയാണ്? ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പൊ കാണുന്ന കൊട്ടോട്ടി.blogspot.com എന്ന ആ ബ്ലോഗിൽ അടിച്ചു കഴിഞ്ഞാൽ, അതിൽ ചെന്ന് കഴിഞ്ഞാൽ
SIRന്റെ പോസ്റ്റുകൾ കാണാം. SIRന്റെ പോസ്റ്റിനുള്ളിൽ ആ വിവരങ്ങൾ കാണും. SIR ലിസ്റ്റിൽ പേര് ചേർക്കേണ്ട തീയതി അറിയേണ്ട 22-ാം തീയതിക്കുള്ളിൽ ഫോം 6 പൂർത്തിയാക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ SIRൽ പേര് ചേരണമെന്നുണ്ടെങ്കിൽ അടുത്ത SIR വരെ നമ്മൾ കാത്തിക്കേണ്ടി വരും. അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോണ്ട. ഇനിയും നിങ്ങൾക്ക് തലവേദന വരുന്ന ചോദ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ നിങ്ങൾ എഴുതാൻ മറക്കണ്ട. ഒരു ചെറിയ വീഡിയോ ആണ്, അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ചാനലും ഈ പേജും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ അമർത്താനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതാനും മറക്കണ്ട. വീണ്ടും കാണാം. Different angles. Don't forget to subscribe and support this channel.